myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. നമ്മൾ ഈ വണ്ടികളൊക്കെ ഈ പഴയ വണ്ടികളൊക്കെ ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നത് വേറെ കാണുന്നുണ്ട്. ഒരു സംഘടനയുണ്ട് നമ്മുടെ പറയുന്നത്. അതുകൊണ്ട് കാണുന്ന ടീം റെയർ എഞ്ചിൻസ് ഉണ്ട്. നമ്മൾ 2011 ഫോം ചെയ്ത് പഴയ വാഹനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഫോം ചെയ്ത ഒരു സംഘടനയാണ്. നമ്മൾ ഈ പഴയ വണ്ടികളെ റൈഡും ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ റൈഡുകളെല്ലാം പോകുന്നുണ്ട്. കുറേ കഷ്ടപ്പെട്ട അത് റീസ്റ്റോർ ചെയ്തെടുക്കുന്നതും പാർട്സ് കിട്ടാത്ത നമ്മൾ ഉണ്ടാക്കിയെടുത്തും എല്ലാം പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ വണ്ടി പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. ഇതെൻ്റെ മക്കളാട്ടോ. ഇത് നക്ഷത്രക്കിരൺ, അവൾ 7 പഠിക്കുന്നത്. ഇത് ദയാസ്കിരൺ, അവൻ 3 പഠിക്കുന്നു. ഈ വണ്ടികളൊക്കെ അതെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമല്ലോ, എല്ലാ വണ്ടികളുടെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താമല്ലോ. ഓക്കെ, ഇത് ഇൻഫീൽഡ് മിനി ബുള്ളറ്റ്. മിനി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എൻഫീൽഡ് ഇറക്കിയ ഒരു 2 സ്ട്രോക്ക് വണ്ടി കേട്ടോ. നമ്മുടെ എൻഫീൽഡിൽ എല്ലാവരും ഈ 4 സ്ട്രോക്ക് വണ്ടിയല്ലേ അറിയത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്ക് വണ്ടിയാണ്. 200cc വില്ലിയേഴ്സിൻ്റെ എഞ്ചിൻ അവർ ഇവിടെ റീ എഞ്ചിൻ ചെയ്തിട്ട് ഇറക്കിയ ഒരു 2 സ്ട്രോക്ക് വണ്ടിയാണ്. റേസ് ട്രാക്കിൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത്. എൻഫീൽഡ് റയർ സാധനമാണ്. ഇതെന്തുവാണ് ഇത്? യമഹ RX100. ഇത് 1986 RX100 ആണ്. പഴയ ജപ്പാൻ എഞ്ചിനാണ്. ഇത് സൗണ്ടൊക്കെ ഒരു സെറ്റപ്പാണ്, പഴയ സുഖമാണ്. വർഷം എത്ര കഴിഞ്ഞാലും RX100ൻ്റെ ഫാൻസ് ഒരു കുറവില്ല. ഇന്ത്യയിലായാലും വിദേശത്തായാലും അത്രയ്ക്കൊരു കിടിലൻ വണ്ടിയായിരുന്നു RX. ഇത് RXZ ഇല്ലയോ? ഏതാ? RXZ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സായി. ഇപ്പോൾ ഇത് നമ്മുടെ ഒരുപാട് മലയാള ഫിലിംസിലൊക്കെ ഫീച്ചർ ചെയ്യുന്ന വണ്ടിയാണ് യമഹ RXZ. ഏറ്റവും കൂടുതൽ ആരാധകർ കേരളത്തിലുള്ള ഒരു വണ്ടിയിലൊന്നാണിത്. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഒരു സെക്സി സ്പോർട്ടി ഷേപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി 2 ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. 4 സ്പീഡ് 5 സ്പീഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 4 സ്പീഡ് വേർഷനാണ്, 98 വേർഷനാണ്. ഇതിൽ കാറ്റലിറ്റിക് കൺവേർട്ടർ സൈലൻസർ വെച്ചിട്ടുണ്ട്. 5 സ്പീഡിന് വന്ന് സൈലൻസർ വെച്ചേക്കണം. അതുകൊണ്ടാണ് ഈ വണ്ടി ഇച്ചിരി സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെ യമഹ ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്കസ് അസംബ്ലി ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ടോണിൽ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൽ ഒരെണ്ണം പോലും നമ്മുടെ നട്ട് ബോൾട്ട് ഇല്ല, ഫുൾ എലങ്കി സ്ക്രൂസാണ് ഫുള്ള്. ഈ വണ്ടി ചെയ്തേക്കുന്നത് മൊത്തം എലങ്കി സ്ക്രൂ കിറ്റിലാണ് ചെയ്തേക്കുന്നത്. എവിടെ നിങ്ങൾ നോക്കി അറിയാം, എഞ്ചിനായാലും പാർട്സ് ആയാലും എല്ലാം ഫുൾ എലങ്കിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ RX100 കയറിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ്, ഇത് എൻഫീൽഡിൻ്റെ B1 വേർഷൻ എന്ന് പറയും. 1969 വണ്ടിയത്. ഞാനിപ്പോൾ ഏതായാലും 54 വേർഷനിലോട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പെയിൻറ്റിങ് തന്നെ ഒരു ടാറ്റ ഡൗ എന്ന് കൊണ്ടൊരു ഗ്രേ, ഒരു വിൻറ്റേജ് ടോൺ വരുന്ന ഫീൽ ഉള്ളൊരു പെയിൻ്റാണ്. അത്യാവശ്യം വിശ്വസത്തിനാണ്. ഇതുവരെ നമ്മളിത് വഴി കിടത്തിയിട്ടൊന്നുമില്ല. കുറേ ലോങ് റൈഡ്സ് പോയിട്ടുണ്ട്. ധനുഷ്കോടി പോയിട്ടുണ്ട്, റൈഡർ മാനി ഗോവയ്ക്ക് പോയിട്ടുണ്ട്. അന്ന് റോഡ് മുഖാന്തരം ഓടിയെത്തി ഏറ്റവും പഴയ വണ്ടിയായിരുന്നു ഇത്. 69 മോഡൽ വണ്ടി. സൈക്കിൾ ഹബ്ബാണ്. പിന്നെ ഇതിൽ സ്റ്റീൽ റിംസാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ റിംസാണ്. അതുകൊണ്ട് റിംസ് ഒരിക്കലും തുരുമ്പിക്കത്തില്ല. TVS സുസുക്കിയുടെ സുപ്ര എന്ന് പറഞ്ഞ വേർഷനായിരുന്നു. സുപ്ര നമ്മൾ അധികം ആരും സുസുക്കിയുടെ കേട്ടിട്ടില്ലാത്തൊരു വേർഷനാണ്. നമ്മൾ സുസുക്കിയുടെ ഷോഗൺ, സാമുറായി, മാക്സ് 100 ഇതൊക്കെയാണ് കൂടുതൽ ഇറങ്ങിയ വണ്ടികൾ. AX100 ഇതെന്ന് പറഞ്ഞാൽ അവർ റേസ് ട്രാക്കിലേക്ക് വേണ്ടിയിട്ട് അന്ന് RX100ൻ്റെ കോമ്പീറ്റ് ചെയ്യാൻ ഇറക്കിയ വണ്ടിയാണ് TVS സുസുക്കി സുപ്ര. ഇതിൻ്റെ 3 വേർഷൻസ് ഉണ്ടായിരുന്നു. സുപ്ര പവറപ്പ്, സുപ്ര SS, സൂപ്പർ സ്പോർട്സ് എന്നുണ്ട് 3 വേർഷൻസ് ഉണ്ടായിരുന്നു. BSA ഇത് 1953 മോഡലാണ് BSA. ഇതൊരു ബ്രിട്ടീഷ് അന്നത്തെ ഒരു ഇമ്പോർട്ട് വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മുടെ കേരള രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. KL8 വണ്ടിയാണ്. തൃശ്ശൂർ നമ്മളിത് UP നിന്ന് പണ്ടെടുത്താണ്. ഞാൻ 10 വർഷം മുമ്പ് UP നിന്ന് എടുത്ത് ഇപ്പോൾ കേരള രജിസ്ട്രേഷനിലായിട്ടുണ്ട്. NOCയുടെ അടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഫുൾ രജിസ്റ്റർ ചെയ്താണ്. ഇനിയിപ്പോൾ ഇതിനെ ഈ വർഷം നമ്മളൊന്ന് ടോട്ടൽ മേക്ക് ഓവർ ചെയ്യാണ്ട് പോവാണ്. കുറച്ച് പാർട്സൊക്കെ കിട്ടാണ് എല്ലാം കളക്ട് ചെയ്ത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോക്ക് കേട്ടോ, ഇതിന് സ്വിങ്ങാമില്ല. സ്വിങ്ങാമില്ല മുമ്പുള്ള പ്ലഞ്ചർ സസ്പെൻഷൻ എന്ന് പറയും. പ്ലഞ്ചർ താഴെ ഒരു ചെറിയ ഷോക്ക്, മേളിലൊരു വലിയ ഷോക്ക്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന ഒരു ടെക്നോളജി. ഇതിന് ശേഷമാണ് സ്വിങ്ങിങ് നമുക്ക് വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ നോമാൻ എന്ന് പറഞ്ഞ വണ്ടി അല്ലെങ്കിൽ മാക്സിമസ് പഴയതൊക്കെ റിജിഡ് ഫ്രെയിം ആയിരുന്നു. ഇത് വന്നിട്ട് പ്ലഞ്ചർ സസ്പെൻഷൻ എന്ന് പറയും. ഇത് 350cc ആണ്.
BSAയുടെ BB31 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ക്ലാസിക് ബ്രിട്ടീഷ് ബൈക്കാണ്. വേൾഡ് വൈഡ് ഫാൻസ് ഉള്ള ബൈക്കാണ് BSA. Kawasaki KB100. കവാസാക്കി KB100 നമ്മുടെ 80s വണ്ടിയാണ്. 80s 100cc ബൈക്കുകൾ ധാരാളം ഇന്ത്യയിൽ അവതരിച്ച സമയമാണ്. ആദ്യമേ AX100 ഇറക്കി സുസുക്കി, പിന്നീട് ഹീറോ ഹോണ്ട വന്ന് CD100, കവാസാക്കി KB100, നമ്മുടെ യമഹ RX100. അപ്പോൾ ആ കാലത്ത് ഒരുപാട് സ്പെഷ്യാലിറ്റി ആയിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയാണ് കവാസാക്കി KB100. പക്ഷേ RX100നോട് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഡ്യൂറബിലിറ്റി, എഞ്ചിൻ ഡ്യൂറബിലിറ്റിയും റൈഡിംഗ് വൈസ് പവറും പെർഫോമൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ഫീച്ചേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. ഇതിൽ ഹാൻഡിൽ ബാർ ചോക്കി കൊണ്ടുവന്ന വണ്ടി, ടാക്കോമീറ്റർ 100cc ഫ്യൂവൽ ഗേജ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാർബറേറ്റർ ഇല്ല, ഇല്ലേ? ഈ എഞ്ചിൻ്റെ ഭാഗം എല്ലാവരും വന്ന് നോക്കുന്ന വണ്ടിയിലേക്ക് കാർബറേറ്റർ ഇരിക്കുന്ന ഈ എഞ്ചിനകത്താണ്. ഇതിനകത്താണ് കാർബറേറ്റർ ഇരിക്കുന്നത്. ഇന്ത്യയിൽ ഇറങ്ങിയ ഏക വണ്ടിയാണ് എഞ്ചിനകത്ത് കാർബറേറ്റർ വെച്ചേക്കുന്ന വണ്ടിയാണ് KB100. അപ്പോൾ ഇത് ഒരു റോട്ടറി വാൽവ് ഇൻഡക്ഷൻ എന്ന് പറയും. ഡയറക്റ്റ് കാർബറേറ്ററിൽ നിന്ന് എഞ്ചിൻ ക്രാങ്കേസിലോട്ട് സക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ 100cc വണ്ടികളുടെ നീളം കൂടിയ ലോങ്ങർ വീൽ ബേസ് ഇറങ്ങിയ വണ്ടിയാണ്. നീളം കൂടിയ വണ്ടിയാണ്. ഓടിക്കാൻ സുഖം, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഒരു 80 to 90 km/h ഓക്കെ. അതിന് മണ്ടക്കോട്ട് നമ്മളകത്ത് കംഫർട്ടബിൾ അല്ല, വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളുണ്ട്. ഇത് Yamaha RD350. യമഹ RD350 എല്ലാ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വന്നതിന് പൊതുവായിട്ടൊക്കെ എല്ലാം അറിയാം. യമഹ RD350 അത്യാവശ്യം ക്രേസുള്ള വണ്ടിയാണ്. ധോണി ആയാലും ജോൺ അബ്രഹാം ആയാലും ഒക്കെ അവർ ഈ വണ്ടി കളക്ഷനും റൈഡ് വീഡിയോസൊക്കെ ഇട്ട് ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമിനകത്ത് ഫീച്ചർ ചെയ്ത വണ്ടി. ട്വിൻ സിലിണ്ടർ 6 ഗിയർ സ്പീഡായിട്ട് 1983 ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. ജാപ്പനീസ് വണ്ടിയാണ്. ഇത് ടോപ്പ് എൻഡ് ഏകദേശം 150+ വണ്ടി ഇപ്പോഴും ഈ വണ്ടി കയറും. ആ ലെവലിൽ പെർഫോമൻസ് ഉള്ള ഒരു സോളിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ടാങ്കിൽ എഴുതിയിട്ടുണ്ട്. 350cc 2 സ്ട്രോക്ക്, 2 സിലിണ്ടർ, 7 ബോർഡ് ഇൻഡക്ഷൻ, 30.5 bhp. അന്തക്കാലത്ത് 1983 6 സ്പീഡ് ഗിയറായിട്ട് അവതരിച്ചതാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ ആൾക്കാരൊക്കെ 5 to 10 lakhs റേഞ്ചിൽ കേരളത്തിൽ തന്നെ വിറ്റുപോകുന്ന വണ്ടികളുണ്ട്. വളരെ കുറച്ച് വണ്ടികളെ ഇന്ത്യയിലുള്ളൂ. കാരണം ആ സമയത്ത് തന്നെ വണ്ടിക്ക് നല്ല വിലയായിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് അറിയാവുന്നവരെ കൊണ്ട് നല്ല മെക്കാനിക്കന്മാർ വേണം. 2 കാർബറേറ്റർ ട്യൂൺ ചെയ്തെടുക്കാനായിട്ട്, ട്വിൻ സിലിണ്ടർ വണ്ടി പണിയാനായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം ഡിജിറ്റൽ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വണ്ടിക്ക് അപ്ഗ്രേഡ്സ്, ഡിസ്ക് ബ്രേക്ക് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇപ്പം ഇഷ്ടംപോലെ RD ക്ലബ്ബ് ഉണ്ട് നമ്മുടെ, ഗോഡ്സ് ഓൺ ലോഡ്സ് എന്ന് പറഞ്ഞിട്ട്. എവറി ഇയർ അവർ ഗോഡ്സ് ഓൺ ലോഡ്സ് കേരളത്തിൽ ഇവിടെ വെച്ച് മീറ്റപ്പ് നടത്താറുണ്ട്. 10-200 ബൈക്സ് വരാറുണ്ട്. നമ്മൾ അതിൻ്റെ പോകാറുണ്ട്. ഏതറിയ വണ്ടി? SD മൊണാർക്ക്. ഇച്ചിരി റെയർ വണ്ടിയല്ലേ? എന്ന് വെച്ചാൽ എല്ലാവരും SD റോഡ് കിങ്, SD ക്ലാസിക്, മൊണാർക്ക് എന്ന് പറഞ്ഞാൽ അല്പം കുറച്ച് ലിമിറ്റഡ് ഇറങ്ങിയ വണ്ടിയാണ്. 95 96 മാത്രം പ്രൊഡക്ഷൻ ആയ വണ്ടിയാണ്. അവൻ്റെ എല്ലാവരും ഫേവറേറ്റ്, അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് SD മൊണാക്കാണ്. എനിക്കും റൈഡിങ് വൈസ് ഒരുപാട് വണ്ടിയുണ്ട്. ഹാർലി തൊട്ട് പഴയ 9045 നോമ വരെ ഉണ്ട്. പക്ഷേ റൈഡിങ് വൈസ് ലോങ് ഓടാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മൊണാക്കാണ്. കാരണം ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, വണ്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 90+ ആയാലും ഇങ്ങനെ വണ്ടി സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ ഇതിൽ ഓൾ ഇന്ത്യ SD മീറ്റിന് മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ട്. പല ബാംഗ്ലൂർ, കഴിഞ്ഞ അങ്ങേ മാസം ഞങ്ങളിത് ഊട്ടി പോയിട്ട് വന്നായിരുന്നു. അതിനുവേണ്ടി സൈഡിൽ ബാഗ്സ് വെച്ചു, 2 സൈഡിൽ ലഗേജ് കെയറെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ലഗേജിൽ ഇതേ വെച്ചുകൊണ്ട് വണ്ടി പക്ക സ്റ്റേബിളാണ്. നമുക്ക് വലിയ പണിയില്ല, കാര്യങ്ങളില്ല. ചൂടായി കഴിഞ്ഞാൽ കിടന്ന് ഓടിക്കോളും. പിന്നെ മൈലേജ് കുറച്ച് കമ്മിയാണ്. ഏകദേശം കിട്ടുന്ന 25 ആണ് മാക്സിമം കിട്ടാറുള്ളത്. 20-25 മൈലേജേ കിട്ടാറുള്ളൂ. അത്യാവശ്യം പവർഫുള്ളാണ് വണ്ടി. ലോങ്ങർ വീൽ ബേസ് ആണ്. അപ്പോൾ ബാക്കി SD വണ്ടി എല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ഇഞ്ച് റിംസാണ്. SD മൊണാർക്ക് SD350 മാത്രമേ ഉള്ളൂ 18 ഇഞ്ച് വലിയ റിംസി വരുന്നത്. ബാക്കി SD ജാവ എല്ലാം ഫുള്ള് വരുന്ന 16 ഇഞ്ച് ചെറിയ റിംസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫോർട്ട് ഇച്ചിട്ടുണ്ട്. വീൽ ബേസും കൂടുതലായതുകൊണ്ട് ഒട്ടും നടുവേനെ എടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ഇത് നമ്മുടെ തുറുപ്പ് കിലുകാനാണ്. നമ്മുടെ കൂടുതലുള്ള ഏറ്റവും പഴയ വണ്ടി, ഇന്ത്യയിൽ സിംഗിൾ പീസ് വണ്ടിയാണിത്. നോമാൻ MK 1945 മോഡൽ മെഷീനാണിത്. കൈകൊണ്ട് ഗിയർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇപ്പോഴും റണ്ണിങ് ആണ്. നമ്മൾ കഴിഞ്ഞ മാസം ഈ വണ്ടി കുറച്ച് എക്സ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, വയനാട്, ഊട്ടിയൊക്കെ. ഇതെന്തോടെ സാധനം? ഗിർനാർ. അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഗിർനാർ എന്ന് പറഞ്ഞ സ്കൂട്ടർ നമ്മുടെ കേരളത്തിൽ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ആക്ച്വലി ഗുജറാത്ത് മോട്ടോഴ്സ് ഇറക്കിയ ഒരു സാധനമാണ്. കാഴ്ചയിൽ ഏകദേശം ബജാജിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. ബജാജിനെക്കാൾ ഇച്ചിരി ലെങ്തിയാണ്. കാരണം ബജാജിൻ്റെ കേബിൾസ് ഒന്നും എത്തില്ല. പിന്നെ ഇവിടെ ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള വേറെ ഷേപ്പിലുള്ള പ്രൊഡക്ഷനാണ് വരുന്നത്. ഇത് ഗുജറാത്ത് മോട്ടോഴ്സ് ബജാജോട്ട് കൊളാബറേറ്റ് ചെയ്തിറക്കിയ ഒരു വണ്ടിയാണ് ഗിർനാർ. 150cc 3 സ്പീഡ് 3 ഗിയറേ ഉള്ളത്. ചേതക്ക് വന്ന് 4 ഗിയർ, അതിന് 3 ഗിയറേ ഉള്ളൂ. ഇതൊരു 1964 ജാവയാണ്, ചെക്കോസ്ലോവാക്യൻ ജാവയത്. അതിൽ ഒരു പാവ് 40 എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിലറുണ്ട്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ പണ്ട് യൂറോപ്പിലൊരു എക്സ്ട്രാ ഫിറ്റിംഗ് വന്നൊരു സാധനമാണ്. അവർ യാത്ര പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലഗേജ് വെച്ചുകൊണ്ട് പോകുന്നൊരു സെറ്റപ്പാണിത്.
ജാവയുടെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മിക്കവർക്കും അറിയാം, ഇതിന് കിക്കർ ഗിയറും ഗിയർ ലിവറെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഇതിപ്പം ഗിയർ മോഡിൽ കിടക്കുക, ഇത് ഞങ്ങോട്ട് ഞെക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് കിക്കറായി. ഈ സെയിം കിക്കർ തന്നെ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഗിയറായി. ഇത് 82 മോഡൽ ലാംബിയ. ഇതിൻ്റെ വീല് കണ്ടോ, ഇത് വൈറ്റ് വാൾ, ഒറിജിനൽ വൈറ്റ് വാൾ ടയേഴ്സാണ്. അത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടയേഴ്സ്, കാരണം ഇന്ത്യയിൽ കിട്ടുന്നില്ല. ഇത് ഈ സെയിം ഒരു കളർ കോമ്പിനേഷൻ ബൈക്ക് ലാംബി ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഒരെണ്ണം എടുത്ത് റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറങ്ങിയ സ്കൂട്ടേഴ്സിൽ, ഇപ്പോൾ നമ്മുടെ സ്കൂട്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി, കാണാൻ ഇഷ്ടപ്പെട്ടൊരു വണ്ടി ലാംബിയ. കാരണം ഒരു വ്യത്യസ്ത ഷേപ്പാണ്, ഇറ്റാലിയൻ ടെക്നോളജി വന്നൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ M80. ഒരു കാലത്ത് നമ്മുടെ എല്ലാം ലൈസൻസ് എടുത്തോണ്ടിരുന്ന വണ്ടി, കുറേ കാലം നമ്മുടെ മീൻ വിറ്റിരുന്ന വണ്ടി, അതിനെ ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കി. ഇത് കൈനറ്റിക് ഹോണ്ട, എൻ്റെ വൈഫിൻ്റെ വണ്ടി കേട്ടോ. റാന്നി പെരുന്നാട് രജിസ്ട്രേഷനാണ്. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ കൂടെ ഇതിനെയും കൊണ്ടുവന്നു. നമ്മുടെ രീതിയിലൊന്ന് ചെറുതായിട്ട് കസ്റ്റമൈസ് ചെയ്തു. ഇത് ഇച്ചിരി റയർ സാധനമാണ്. അവന്തി കെൽവിനേറ്ററിൻ്റെ. കെൽവിനേറ്റർ എന്ന് പറഞ്ഞ കമ്പനി, അല്ല ഫ്രിഡ്ജൊക്കെ ഇറക്കിക്കൊണ്ടുന്ന കമ്പനി, അവർ ഇറക്കിയ ഒരു സ്കൂട്ടറാണ് കെൽവിനേറ്റർ അവന്തി. വിജയ് സൂപ്പറിൻ്റെ ടെക്നോളജിയിൽ അവർ ഇറക്കിയ ഒരു സാധനമാണ്. ഇത് വൈറ്റ് വാൾ ടയേഴ്സുള്ള വൈറ്റ് വാൾ ഇൻസേർട്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ ടൈപ്പാണ്. മറ്റേ ഒറിജിനൽ വൈറ്റ് വാൾസ് ആണ്. അതാണ് ഈ രണ്ട് ടയേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. ഇത് വിജയ് ഡീലക്സ് എന്ന് പറയും. നമ്മൾ വിജയ് സൂപ്പർ സ്കൂട്ടർ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കുന്ന വണ്ടിയാണ് വിജയ് ഡീലക്സ്. 1975 മോഡൽ വണ്ടിയാണ്. ഇത് റാലി. ഇത് 3 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് ഫ്രണ്ട് സൈക്കിൾ ഹബ്ബ്. ഇതാണ് സൈക്കിൾ ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ബ്രേക്ക് വരുന്നത്, അല്ല ഇവിടെ അല്ല. ഇത് പിന്നീടാണ് ഇങ്ങനത്തെ ബ്രേക്കിട്ട് വന്നത്. ആദ്യം ഇതിനകത്ത് തന്നെ ബ്രേക്ക്. ഇപ്പോൾ ഓട്ടോയുടെ ലൈനർ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പോൾ റീസ്റ്റോർ ചെയ്യണം. അത് കുറച്ചാൾ വെളിയിലിരുന്ന് എല്ലാം അഴുക്കായിട്ടുണ്ട്. ഇത് നമ്മുടെ ബജാജ് ഇന്ത്യയിൽ ഇറക്കുന്ന ആദ്യത്തെ 2 വീലറാണ്. ഇതിന് ശേഷമാണ് ഇന്ന് കാണുന്ന പൾസറും KBR എല്ലാം വന്നത്. ആദ്യമേ അവർ ഇറക്കുന്ന 2 വീലറാണ്. ഇത് ബജാജ് 150 എന്ന് പറയും. ബെസ്റ്റ് ആയിട്ടുള്ള ലൈസൻസിന് മേലെ അവർ ഇറക്കിയതാണ്. 3 സ്പീഡ് ഗിയറാണ്. കുട്ടി വീല, 8 ഇഞ്ച് വീലാണ്. ഇത് KLI, പഴയ ഇടുക്കി രജിസ്ട്രേഷൻ്റെ വണ്ടിയാണ്. എന്തുവാ? എൻഫീൽഡ് സിൽവർ പ്ലസ്. എൻഫീൽഡ് ഇതുപോലെ കൊച്ചു വണ്ടിയിൽ കുറച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും സ്മോളസ്റ്റ് കപ്പാസിറ്റി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മോഫയാണ്. നമ്മുടെ മോഫ ഇപ്പോൾ ഇവിടെ ഇല്ല. അതിപ്പോൾ വിജേഷിൻ്റെ വർഷപ്പിരിക്കുക. അത് 22 cc. ഇത് അതിന് ശേഷം ഒരു 35 cc ആരോഗ്യ വണ്ടി ഇറക്കിയായിരുന്നു. പിന്നെ ഇറക്കുന്ന ഒരു 50 cc വണ്ടിയാണ്. വെറും 50 cc 2 സ്ട്രോക്ക് എഞ്ചിൻ, സിൽവർ പ്ലസ് എന്ന് പറയും. ഇതിൻ്റെ 2 സ്പീഡും ഉണ്ടായിരുന്നു, 2 ഗിയറുള്ള വണ്ടി ഉണ്ടായിരുന്നു, 3 ഗിയർ വേർഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 3 ഗിയർ വേർഷനാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഗിയർ ബോക്സ് ചെറിയ കംപ്ലൈൻറ്റ് ആയിട്ട് 2 ഗിയറേ വീഴുന്നുള്ളൂ. അങ്ങനെ നിൽക്കുന്നു. നമ്മളെ ഇപ്പോൾ ഈ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മലയാളികളാണ് നമ്മുടെ ബൈക്കുകളായാലും കാറുകളായാലും ഇത്രയ്ക്ക് ഭംഗിയായിട്ട് തൂത്ത് ഉടച്ച് പെയിൻറ്റ് പഠിച്ച് വൃത്തിയാക്കി പ്ലേറ്റും ചെയ്ത് വൃത്തിയായിക്കൊണ്ട് നടക്കുന്നില്ല. അത്യാവശ്യം ചെറിയ മോഡിഫിക്കേഷൻ, അപ്ഗ്രേഡ്സ്. നമ്മളത് മോഡിഫിക്കേഷനെക്കാട്ടും കൂടെ അപ്ഗ്രേഡ്സ് നടത്തി ഒരു വണ്ടിക്ക്, പഴയ വണ്ടിക്ക് ഡിസ്ക് ബ്രേക്ക് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു മോഡിഫിക്കേഷൻ അല്ല. ഒരു RX ഉണ്ട്, RD350 ഉള്ളൂ. RD350 ജപ്പാനിലെയും US ഇറക്കിയപ്പോൾ അവിടെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡിസ്ക് ബ്രേക്ക് മാറ്റിയത്. ഇവിടെ വന്ന് നമ്മളത് ഡിസ്ക് ബ്രേക്ക് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും മോഡിഫിക്കേഷനായിട്ട് നമ്മുടെ സംവിധാനം കാണരുത്. ഓക്കെ, അതൊരു അപ്ഗ്രേഡാണ്. എഫിഷ്യൻസി കൂട്ടുകയാണ് വണ്ടിയുടെ, നമ്മുടെ സേഫ്റ്റി കൂട്ടുകയാണ്. അതേപോലെ വെച്ച് ബ്രോഡ് ടയേഴ്സ് ഇടുക എന്ന് പറഞ്ഞാൽ റോഡ് ട്രാക്ഷൻ കൂടുകയാണ്.